നേരത്തെ ധനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രതികരണം വരുന്നു, സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഇത് പറയുമ്പോഴും സർക്കാരിന്റെ നയമാറ്റത്തെക്കുറിച്ച് വ്യാപകമായ ഒരു വിമർശനം ഉയരുമ്പോഴും ഈ തീരുമാനമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു അന്തിമ വാക്കായി അവിടെ നിൽക്കുകയാണല്ലേ? അതെ, മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ആ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. പാർട്ടിയുടെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ട് താനും. കാരണം കിഫ്ബി വഴിയെടുത്ത ലോണുകൾ, കിഫ്ബി എത്ര രൂപ എടുത്തിട്ടുണ്ടോ അതെല്ലാം സംസ്ഥാനത്തിന്റെ പൊതുകടമായി മാറ്റിയതോടുകൂടി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കുറവുണ്ടായി. അങ്ങനെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റും നടക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കി തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ നിന്ന് അത് മാറ്റിക്കിട്ടും. അതുപോലെ തന്നെ കിഫ്ബിക്ക് കൂടുതൽ പണം വായ്പ എടുക്കാൻ കഴിയും, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അതുകൊണ്ട് യൂസർ ഫീ ഈടാക്കുന്നു എന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത് ഏർപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടും ചില കേസുകൾ വന്ന സമയത്ത് നാഷണൽ ഹൈവേ വഴി ടോൾ ഈടാക്കുന്നത് കൊണ്ട് തന്നെ നാഷണൽ ഹൈവേ കേരളം ഉന്നയിച്ചത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് അവർ വായ്പ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് നാഷണൽ ഹൈവേ വഴി അവർ ടോൾ ഈടാക്കിക്കൊണ്ട് പണം തിരിച്ചടയ്ക്കുന്നുണ്ട് എന്ന വാദം ഉന്നയിച്ചു. അങ്ങനെയെങ്കിൽ നാഷണൽ ഹൈവേക്ക് കിട്ടുന്ന അതേ ഇത് കേരളത്തിൽ കിഫ്ബിക്കും കിട്ടും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് യൂസർ ഫീ ഈടാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അത് CPM-ന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനൊരു സ്ഥിരീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അല്പസമയം മുമ്പ് നൽകിയത്. ജീന, അങ്ങനെയാണെങ്കിൽ സൈഫ്, ഇത് എന്നത്തേന് നിലവിൽ വരും? ഇനി തുടർ നടപടികളൊക്കെ എങ്ങനെയാവാനാണ് സാധ്യത? ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു, സമരം ചെയ്യും, ഒരിക്കലും ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ സമരം കൂടുതൽ ശക്തമാവുക അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടല്ലേ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി സമരം ഉണ്ടാകും. കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദങ്ങളുണ്ട്. നേരത്തെ ടോളിന് എതിരായിരുന്നു CPM എന്നുള്ളത്. ആ നയമാറ്റം ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ നയം മാറി ടോൾ ഈടാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ടോൾ പിരിച്ചുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും CPM പണ്ട് സമരം നടത്തിയിട്ടുണ്ട്, DYFI സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ കിഫ്ബി വഴിയുള്ള നിർമ്മിച്ച റോഡുകളിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടുമുള്ള പ്രതിഷേധം ഉണ്ടാകും. ഇനി അങ്ങനെ പ്രതിഷേധം ഉണ്ടായാലും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കിഫ്ബി വഴി എടുത്ത വായ്പയ്ക്ക് പണം തിരിച്ച് അടച്ചാൽ മാത്രമേ കൂടുതൽ വായ്പ എടുക്കാൻ കഴിയൂ. അങ്ങനെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിച്ചാൽ കേരളത്തിന്റെ വികസനത്തിന് കിഫ്ബി വഴി കൂടുതൽ പണം വായ്പ എടുക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ വാദങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടി യൂസർ ഫീ ഈടാക്കണം, അത് വരുമാനദായകമാക്കണം കിഫ്ബി വഴിയുള്ള പദ്ധതികൾ എന്ന് മുഖ്യമന്ത്രി സംശയങ്ങൾക്കിട നൽകാതെ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ജീന ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, അത് എന്ന് മുതൽ നടപ്പാക്കും എന്നുള്ളത്. 18-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ഇടതുമുന്നണിയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം വരും. കിഫ്ബി വഴി ടോൾ പിരിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉണ്ട് എന്ന് നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. മുഖ്യമന്ത്രി ഒരു മുന്നണി യോഗത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ചർച്ചയിലേക്ക് കടന്നിരുന്നില്ല. അതുകൊണ്ട് 18-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ആ വിഷയം ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇടതുമുന്നണി യോഗത്തിന്റെ അംഗീകാരം കിട്ടുകയാണെങ്കിൽ പിന്നീട് മന്ത്രിസഭാ യോഗം അത് അംഗീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവായി അത് പുറത്തു വരും. അധിക കാലം എന്തായാലും വൈകില്ല, വേഗത്തിൽ തന്നെ അത് പുറത്തു വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജീന, സേഫ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിഷയങ്ങളും ഇപ്പോൾ ഘടകകക്ഷികളുമായി ആലോചിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ സർക്കാരിനും CPM-നെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിഫ്ബിയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ഘടകകക്ഷികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു പുനരാലോചന ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? ഒരു കാരണവശാലും ഉണ്ടാകില്ല. അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യമാണ്. അത് സംസ്ഥാന സർക്കാർ ആലോചനയിലേക്ക് വന്ന കാര്യമാണ്. കാരണം ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിനകത്ത് ഇറങ്ങി